മലയാളത്തിൽ എടുക്കുകയാണെങ്കിൽ മലയാളത്തിന് 10ാം ക്ലാസ്സിൽ 2 സബ്ജക്റ്റാണ്, ഫസ്റ്റ് സെക്കൻഡ്. ഒരു 2 മണിക്കൂർ മാക്സിമം അല്ലെങ്കിൽ 1.5 മണിക്കൂർ കിട്ടുന്നു. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അക്ഷരത്തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് മാർക്ക് കുറയ്ക്കുന്ന ഒരു സാഹചര്യം. അപ്പം ഇതെങ്ങനെ അനായാസം ഓവർകം ചെയ്യാൻ പറ്റും? കാരണം മലയാളത്തിനൊക്കെ ഈ 1.5 മണിക്കൂർ കൊണ്ട് 100 മാർക്ക് എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? അതെ, യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളുടെ വിഷയം എന്താ വെച്ചാൽ ഇന്ന് അധ്യാപകർ തന്നെ പറഞ്ഞറിഞ്ഞ കാര്യമാണ്. കുട്ടികൾക്കിപ്പോൾ എഴുതാനുള്ളൊരു മടി കോവിഡിന് ശേഷം കൂടുതലായിട്ട് വന്നു കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ലാംഗ്വേജ് സബ്ജക്റ്റുകളാണെങ്കിൽ എഴുതി തന്നെ നമ്മൾ പരിശീലിക്കേണ്ട കാര്യങ്ങൾ. എഴുതി തന്നെ അത്ര അക്ഷരത്തെറ്റുകളെ നമുക്ക് തിരുത്തിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ വായനാശീലം, അത് പാഠപുസ്തകങ്ങൾക്കുപരിയായിട്ടുള്ള വായനാശീലം ഇന്ന് കുട്ടികളിൽ വളരെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഗാഡ്ജറ്റിലേക്ക് ചുരുങ്ങി. അതുകൊണ്ട് തന്നെ ഈ എഴുതുക എന്ന് പറയുന്നത് കുട്ടികളെ അപേക്ഷിച്ച് മുതിർന്നവർക്ക് പോലും ഇന്ന് വളരെ മടിയുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാം വോയിസ് മെസ്സേജുകളുടെ ഒക്കെ കാലമായിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം, മുതിർന്ന ആളുകൾ എഴുതുമ്പോൾ പോലും എത്ര മടിയാണ് നമുക്കൊരു പേജൊക്കെ എഴുതി തീർക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ഏറ്റവും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം നോട്ട്സ് കൃത്യമായിട്ട് എഴുതുക. നോട്ട്സ് വെറുതെ പറഞ്ഞു കൊടുക്കാതെ കുട്ടികളെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുന്നൊരു ശീലം, അത് ആശയത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മളൊരു ചോദ്യം കൊടുക്കുകയും കുട്ടി ആ ആശയത്തിൽ പാഠഭാഗത്ത് നിന്ന് എങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത്, അതിലുള്ള തിരുത്തലുകൾ അധ്യാപകർക്ക് കൊടുക്കാം. ഇതൊക്കെ ഇവർക്ക് ഈ രീതിയിൽ ഒരു ചോദ്യത്തെ അഭിമുഖീകരിക്കാനുള്ളൊരു കോൺഫിഡൻസ് ആണ് ക്ലാസ് റൂം എഡ്യൂക്കേഷൻ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്. മറ്റൊന്ന്, നമ്മൾ മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ഈ പ്രയാസമുള്ള ഭാഗങ്ങളെ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത്. നമ്മളതായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പ്രയാസമുള്ള ഭാഗങ്ങൾക്ക് ആദ്യം തന്നെ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കണം. മിക്കവാറും കുട്ടികളുടെ ലേണിംഗ് ഹാബിറ്റ് പരിശോധിച്ചാൽ അവർ പലപ്പോഴും ചെയ്യുന്ന പ്രയാസമുള്ള സബ്ജക്റ്റുകളെ മാറ്റിവെക്കും. എളുപ്പമുള്ള സബ്ജക്റ്റുകളെ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. മിക്ക കുട്ടികളും ചെയ്യുന്നൊരു കാര്യമാണ്. അവസാനത്തേക്കാവട്ടെ അല്ലെങ്കിൽ പരീക്ഷ അടുപ്പിച്ചാവാം എന്നൊക്കെ വെച്ച് അത് മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എന്താണ്? ഇതൊരു വലിയ പ്രയാസമായിട്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ദിവസം പ്രതി. അപ്പോൾ അതിനെ അഭിമുഖീകരിക്കുമ്പോൾ കുട്ടികൾക്കൊരു പേടി വരും. അങ്ങനെ ക്രമേണ ആ സബ്ജക്റ്റിനോടൊരു പേടി വരും. ഇങ്ങനെയാണ് പലപ്പോഴും മാത്തമാറ്റിക്സിലും ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകളിലൊക്കെ വരുന്നത്. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ ഇതിനെ പരിശീലിച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളായി ആവശ്യമുള്ള എക്സ്ട്രാ ഹെൽപ്പുകൾ അധ്യാപകരുടെ നിന്നോ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തു നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇതിനെ ക്രമേണ നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് എളുപ്പമായിട്ട് പരിഹരിക്കാൻ പറ്റും.